സമരപരിപാടിയുമായിട്ട് വന്നിരിക്കുന്നത് നമ്മളുടെ മുദ്രപത്രങ്ങളുടെ ലഭ്യത കുറവ് സംബന്ധിച്ചിട്ടാണ്. അപ്പോൾ സാധാരണക്കാരന് ആവശ്യമുള്ള 100 രൂപ അല്ലെങ്കിൽ ചെറിയ എമൗണ്ടുകളുടെ മുദ്ര പേപ്പറുകൾ ഇവിടെ ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് നമ്മളുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഗവൺമെന്റ് വർക്കുകളുടെ PWD വർക്കുകൾ, അതേപോലെ കോൺട്രാക്ടർമാര് അവരൊക്കെ പറയുന്നത് ബില്ലുകൾ മാറി കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഒരു 1,00,000 രൂപയുടെ വർക്ക് എടുത്ത ആളുകൾ ഓഫീസുകൾ, പഞ്ചായത്ത് ഓഫീസുകൾ, ബ്ലോക്ക് ഓഫീസുകൾ തുടങ്ങി ഗവൺമെന്റ് ഓഫീസുകളെല്ലാം കയറി ഇറങ്ങി നടക്കുകയാണ്. അപ്പോൾ ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഈ ഇടപെടലുകൾ, അതിൽ സാധാരണക്കാരന് ആവശ്യമുള്ള ഈ മുദ്ര പേപ്പറുകൾ അടിയന്തരമായിട്ട് ലഭ്യമാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ച് ഏതൊക്കെ രീതിയിൽ ജനങ്ങളെ ഉപദ്രവിക്കാമോ ആ രീതിയിലൊക്കെ ജനങ്ങളെ ഉപദ്രവിക്കുമെന്ന് ദൃഢപ്രതിജ്ഞയെടുത്ത ഒരു സർക്കാരാണ് ശ്രീ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളം ഭരിക്കുന്നത്. നമ്മുടെ ട്രഷറിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു പൊതുജനത്തിനെ സംബന്ധിച്ച് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി പല മുദ്രപത്രങ്ങളുടെയും ആവശ്യകതകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ ഒരു പൊതുജനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു 100 രൂപയുടെയോ അല്ലെങ്കിൽ 200 രൂപയുടെയോ 500 രൂപയുടെയോ മുദ്രപത്രങ്ങൾ ഇവിടെ ക്ഷാമമായി തുടങ്ങിയിട്ട് അനവധി ദിവസങ്ങളും മാസങ്ങളുമായി. പക്ഷെ അതിലൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ള ഉദ്ദേശം പോലും ഇല്ലാതെയാണ് ഇവിടെ സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഇങ്ങനെ ഒരു പ്രതിഷേധ സംഗമം നടത്താൻ തീരുമാനിച്ച യൂത്ത് കോൺഗ്രസ് അങ്കമാലി മണ്ഡലം കമ്മിറ്റിയെ, അതിന്റെ അധ്യക്ഷൻ റിൻസ് ജോസിനെയും ആദ്യമേ തന്നെ അഭിനന്ദിക്കുകയാണ്.